ഹായ് ഫ്രണ്ട്സ്, ക്ലീൻ ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ. അതിൽ മിക്കതും ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നാൽ ഇതുപോലെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് 100% റിസൾട്ട് കിട്ടിയ ഒരു ഐറ്റം വേറെ ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അതായത് നമ്മുടെ പുളിവെള്ളം, പേസ്റ്റ്, ബേക്കിംഗ് സോഡ ഇവയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണല്ലേ. അപ്പോൾ ഇതിനൊക്കെ പുറമെ ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഐറ്റമാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കാരണം അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. തീർച്ചയായും 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ എപ്പോൾ ഉണ്ടാകുന്ന മൂന്നേ ഐറ്റംസ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു പാത്രം ഇതുപോലെ എടുത്തതിന് ശേഷം 2 വലിയ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 2 വലിയ സ്പൂൺ മൈദയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മൈദ ക്ലീൻ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഒരു ഐറ്റമാണെന്ന് ഇത് യൂസ് ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അത്രയും എഫക്റ്റീവാണ്. ഇനി മൂന്നാമത്തെ ഒരു ഐറ്റം എന്ന് പറയുമ്പം സെർക്കയാണ് കേട്ടോ. വിനാഗിരിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക്. നമുക്കിപ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു നിലവിളക്കോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചെടുത്താൽ മതി, ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി ഈ പറഞ്ഞ ഐറ്റംസൊക്കെ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ സ്റ്റീൽ പാത്രങ്ങളായാലും ഓട്ടുരുളി ആയാലും ഇതൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ലിക്വിഡും കൂടെ, നമ്മളെ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ മിക്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോരോ സംഭവത്തിൻ്റെ മേലെ എന്താ നമ്മൾ ഇതുപോലെ ഒന്നിത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പരിപാടി, അതായത് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുക എന്നുള്ളത്. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെക്കുക. അതിന് ശേഷം നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്ക്രബ് വെച്ചോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് വളരെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സ്ക്രബ് വെച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമുക്കങ്ങനെ ഒരുപാട് ഉരക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ചെയ്യണ്ട കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത്. ഭയങ്കരമായിട്ട് ഉരച്ച് നമ്മുടെ കയ്യൊന്നും അങ്ങനെ വേദനയൊന്നും എടുക്കത്തില്ല കേട്ടോ. ഇപ്പോൾ പുളിവെള്ളം കൊണ്ടുള്ള ക്ലീനിങ്ങും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീനൊക്കെ ആകും, പക്ഷെ നമ്മൾ ഒരുപാട് സമയം ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് ഇറക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്കിലേക്കാണ് അടുത്തത് ഞാനിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നൊരു തുണി വെച്ച് ഞാനൊന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഇത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓരോരോ പാത്രത്തിലും നമ്മളിതുപോലെ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പാത്രത്തിലും ഞാനിത് തേച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് കറക്റ്റ് ആയിരുന്നില്ല കേട്ടോ, എന്നാലും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത്രയും, ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ 10 മിനിറ്റ് വെച്ചു, 10 മിനിറ്റ് ഫുള്ളായിട്ട് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷം എന്താ ഞാനൊരു സ്ക്രബ്ബർ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഉരക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഭയങ്കര ഫോഴ്സ് ചെയ്തിട്ട് ഉരക്കുന്നോ പിടിക്കുന്നോ ഒന്നുമില്ല, വളരെ ജെൻറ്റിലായിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. പിന്നെ എത്ര നല്ല കരി പിടിച്ച പാത്രമായാലും ഈ ഒരു സംഭവം ഒന്ന് ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ, നല്ല വെട്ടി തിളങ്ങാനായിട്ട് സഹായിക്കും. നിങ്ങൾ വീഡിയോയിൽ കണ്ടിനോ എന്ന് എനിക്കറിയത്തില്ല, ആ തളികയൊക്കെ ഉണ്ടല്ലോ ഒരുതരം കറുത്ത ഒരു ഷെയ്ഡിലേനും ഫസ്റ്റ് തന്നെ ഇരിക്കുന്നുണ്ടായത്. വീഡിയോയിൽ അത് എത്രമാത്രം വിസിബിൾ ആണെന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് കഴുകി എടുത്തപ്പോൾ ഉണ്ടല്ലോ നല്ല എന്താ പറയുക, ഗോൾഡിൻ്റെ നിറം എന്ന് പറയുമ്പോൾ ആ ഒരു ഷൈനിങ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. ആ ഒരു കളർ ചേഞ്ചാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കണമെന്ന് ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ എടുക്കാമെന്നുള്ളത് വിചാരിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നത് കാണാം. ഓരോ പാത്രവും ഒരുപാട് ടൈമൊന്നും എടുത്ത് ഭയങ്കര ഫോഴ്സ് ചെയ്തിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല. ചെറുങ്ങനെ ഒന്ന് അരച്ചെടുങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കറകളും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാനിതിൻ്റെ മേലെ ഒന്ന് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ്. കണ്ടില്ല, ആ വെള്ളം ഒഴിക്കുമ്പം തന്നെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടല്ലേ.
ഒരുപാട് ഐറ്റംസ് ഇതുപോലെ വെസൽസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പരീക്ഷിക്കാറുണ്ട്. പക്ഷേ ഇത്രയും എഫക്റ്റീവായിട്ട് വളരെ വിസിബിളായിട്ട് നമുക്ക് ആ ഒരു ചേഞ്ച് കാണാൻ സാധിക്കുന്നത് ഈ ഒരൊറ്റ ഐറ്റത്തിന് മാത്രമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതിന് 100% കൊടുക്കുന്നത്. കണ്ടില്ല, ആ പാത്രത്തിൻ്റെ ഒരു ചേഞ്ച് മുന്നേ ഉള്ള പാത്രവും ഇപ്പോൾ ഉള്ള പാത്രവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു നിലവിളക്കും ആ ഒരു വെസലും ഒക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ആ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളിതൊന്ന് അകത്തേക്ക് കൊണ്ടുവെക്കാവുന്നതാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു തുണി വെച്ച് അതൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്ത് കൊണ്ടുവെക്കാവുന്നതാണ്. ഞാൻ പിന്നെ ഇതിന് വേണ്ടി ഇതൊന്ന് ഡ്രൈ ആക്കാമെന്ന് കരുതി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളായാലും കരി പിടിച്ചെടുക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം മാത്രം ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ് ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഓൺ ടൈം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.